അനുകമ്പയും രാഷ്ട്രീയവും എന്ന് ഒരുപക്ഷെ കേൾക്കുമ്പോൾ തന്നെ, കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരു മോരും മുതിരയും പോലെ എന്ന് നമുക്ക് ചേർത്ത് വെക്കാൻ അസാധ്യമായ രണ്ട് പദങ്ങൾ, അവസ്ഥകൾ തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും തമ്മിൽ എന്ത്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഒരുമിച്ച് പോകുന്നു? വ്യക്തിപരമായിട്ട് രണ്ട് തരത്തിലാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. ഒന്ന്, എൻ്റെ PhD ഗവേഷണ വിഷയം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള, രാഷ്ട്രീയത്തിലുള്ള ഹിംസയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഒന്ന്, എങ്ങനെയായിരിക്കണം പുതിയ കാലത്തെ രാഷ്ട്രീയം, അല്ലെ രാഷ്ട്രീയം ഹിംസയില്ലാത്ത രാഷ്ട്രീയം സാധ്യമാണോ എന്നുള്ള ഒരാലോചനയിൽ നിന്നൊക്കെയാണ് ഒന്ന് ഈ വിഷയത്തിലെത്തുന്നത്. രണ്ടാമത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം പലതരത്തിൽ അതിൻ്റെ നൈതികതയും ധാർമ്മിക മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സെൽഫ് റിഫ്ലെക്സീവായിട്ടുള്ള ആലോചനയിൽ നിന്ന് വ്യക്തിപരമായിട്ടും കൂടിയാണ് ഒരു കമ്പാഷൻ്റെ, നൈതികതയുടെ, ധാർമ്മികതയുടെ ഒക്കെ അഭാവം മനസ്സിലാക്കുന്ന ഒരു ചിന്തയിൽ നിന്ന് കൂടിയാണ് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്ന കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടുള്ള ചിന്തകളെയല്ല, അതിനെ ഒന്ന് ഒതുക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എൻ്റെ PhD വിഷയമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. എന്നാൽ ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ നമ്മൾ ആലോചിച്ച് പോയിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളെ ഒന്ന് കോർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള. എന്താണ് കമ്പാഷൻ അഥവാ അനുകമ്പ? ഒരു ലളിതമായിട്ട് നമ്മൾ പറയുമ്പോൾ, അപ്പോൾ ഞാൻ ഈ സംസാരത്തിൽ പ്രധാനമായിട്ട് ഊന്നുന്നത്, നമ്മൾ കമ്പാഷൻ എന്ന് പലപ്പോഴും പറയുമ്പോഴും ബീയിങ് കമ്പാഷനേറ്റ് എന്ന് പറയുന്നത്, അത് കമ്പാഷൻ അനുകമ്പാലു ആവുക എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഉറവിടം എങ്ങനെയാണ്, അനുകമ്പയുടെ ഉറവിടം, അനുകമ്പാലു ആവാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് അതിലേക്കുള്ളൊരു നോട്ടം കൂടിയാണിത്. അപ്പോൾ ലളിതമായി പറയുമ്പോൾ അനുകമ്പ എന്ന് പറയുന്നത് ഒരു അപരൻ്റെ, അതറിൻ്റെ അവസ്ഥയോടുള്ള, യാതനകളോടുള്ള നമ്മുടെ കൺസേൺ, അതിനോടുള്ള ഒരു തരം സമരസപ്പെടലിൻ്റെയോ അതിനെ ഒരു സഹാനുഭൂതിയോടുകൂടിയുള്ള, കൺസേണോട് കൂടിയുള്ള ഒരു നോട്ടമാണ് അനുകമ്പ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ കെയർ എന്നതായിരിക്കും ഒരുപക്ഷെ, കെയർ അല്ലെങ്കിൽ പരിചരണം, ശ്രദ്ധ, നിസാർ അഹമ്മദിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ശ്രദ്ധ എന്നാണ് പറയുന്നത്. ശ്രദ്ധയാണ് ഒരുപക്ഷെ അനുകമ്പയോട് ഏറ്റവും ഒട്ടി നിൽക്കുന്ന ഒരു വികാരാവസ്ഥയായിട്ട് വരുന്നത്. അപ്പോൾ കെയർ എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹം, പരിഗണന, ശ്രദ്ധ, ഇതൊക്കെയാണ് ഒരു തരത്തിൽ ഒരു അനുകമ്പ, ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്നുള്ള തരത്തിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതൊക്കെയാണ് ആ ഒരു സമ്പർക്കത്തിൽ പെടുന്ന മറ്റ് വികാരാവസ്ഥകൾ എന്ന് പറയുന്നത്. യാതനകളുടെ, സഫറിങ്ങിൻ്റെയും അല്ലെങ്കിൽ വയലൻസിൻ്റെ, ഹിംസയുടെയും ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അനുകമ്പയെക്കുറിച്ചുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആതുര സേവന മേഖലയിലായിരിക്കും ഇന്ന് ഈ കമ്പാഷനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. ഹിംസയുടെ പശ്ചാത്തലത്തിൽ അതിന് വിധേയമാകുന്നവരോടുള്ള അനുകമ്പയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയും അത് ജീവിതത്തിൽ, സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഏതൊരാൾക്കും സംഭവിച്ചേക്കാവുന്ന, ഏതൊരാളും കടന്നുപോയേക്കാവുന്ന ഒരു അനുഭവ നിലയാണെന്ന അവബോധത്തിൽ നിന്നാണ് ഒരുപക്ഷെ അനുകമ്പ ഉടലെടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കമ്പാഷൻ എനിക്കൊന്ന് പലപ്പോഴും സംസാരിക്കുമ്പോൾ അപരൻ സഫറിങ്, യാതന അനുഭവിക്കുന്ന ഒരു അപരൻ അപ്പുറത്തുണ്ട്. അപ്പോൾ ആ നോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള, നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള വേറെ ഒരു തരം ഒരു ഇൻസൈറ്റിൽ നിന്ന്, ഒരു അവയർനെസ്സിൽ നിന്ന് തന്നെയാണ് അനുകമ്പ ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ, സഫറിങ് അനുഭവിക്കുന്ന ഒരാളും നോക്കുന്ന ആളും തമ്മിൽ അകലെന്ന് പറയുന്നത് സത്യത്തിൽ അകലമില്ലാതെ നമ്മൾ
മറ്റൊരു സന്ദർഭത്തിൽ അവസരത്തിൽ ഞാനും അനുഭവിക്കാൻ സാധ്യതയുള്ള എന്നുള്ള തരത്തിലാണ് അനുകമ്പയുടെ ഒരു സോഴ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിൽ ജീവിതത്തിൻ്റെ നശ്വരതയെയും സന്നിഗ്ധതയെയും അനിശ്ചിതത്വത്തെക്കുറിച്ചൊക്കെയുള്ള ബോധത്തിൽ നിന്ന് ഉടലെടുക്കേണ്ട ഒരു ജീവിത ദർശനമാണ് കമ്പാഷൻ എന്നാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു സഫറിങ് അനുഭവിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനോടുള്ള റെസ്പോൺസ് എന്നുള്ളതല്ല, ഇത് ജീവിതമുടനീളം മനുഷ്യനുണ്ടാവേണ്ട ഒരു ജീവിത ദർശനമാണ്. അത് ഈ തരം ജീവിതത്തിൻ്റെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ അൺസർട്ടനിറ്റിയെക്കുറിച്ചും അതിൻ്റെ സന്നിഗ്ധതകളെക്കുറിച്ചുള്ള ഒരു ബോധത്തിൽ നിന്ന് വരുന്നത്. ഒരുപക്ഷെ ആ അർത്ഥത്തിലാണ് ബുദ്ധിസം കമ്പാഷനെ കാണുന്നത്. ബുദ്ധിസം ഇപ്പോൾ തൊട്ട് മുമ്പ് വെങ്കിടിയുടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയാണ്, പ്രാക്ടീസിൽ ഒരുപക്ഷെ ബുദ്ധിസം അതിൻ്റെ തത്വങ്ങളിൽ ഈ സംഭവങ്ങളിലായിരിക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ പലപ്പോഴും ഈ തത്വങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണം റോഹിംഗ്യൻ അനുഭവത്തിൽ ഇപ്പോൾ വെങ്കിടി പറഞ്ഞിട്ടേ ഉള്ളൂ തൊട്ട് മുമ്പ്. എന്നാലും ബുദ്ധിസത്തിൻ്റെ ഒരു തത്വദീക്ഷ എന്ന് പറയുന്നത് ഈ തരത്തിൽ ജീവിതത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചുള്ള ഒരു ആശയാണ്. അല്ലെങ്കിൽ നമ്മളെ സ്വാർത്ഥമായ ചിന്തകളിൽ നിന്നുള്ള, നമ്മുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ ഒരു കെട്ടുപാടുകളിൽ നിന്നാണ് ജീവിതത്തിൻ്റെ പല യാതനകളും ഉണ്ടാവുന്നത്. അപ്പോൾ ആ യാതനകളെ മറികടക്കുക എന്ന് പറയുന്നത് ഈ ഒരു സന്നിഗ്ധതകളെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിസം രണ്ട് തരത്തിലാണ് അനുകമ്പയെ കാണുന്നത്. ഒന്ന് മെറ്റ അല്ലെങ്കിൽ കരുണ എന്നുള്ള രണ്ട് സങ്കല്പനങ്ങളുണ്ട്. മെറ്റ എന്ന് പറയുന്നത് സകല ചരാചരങ്ങളോടുള്ള ഒരു കരുതലാണ് അത് അർത്ഥമാക്കുന്നത്. കരുണ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സഹജീവികളോടുള്ള യാതനകളോടുള്ള മനസ്സിലാക്കലും അതിൽ നിന്ന് അപരനെ മറികടത്താനുള്ള നമ്മുടെ ഒരു വില്ലിങ്നെസ്സും കൂടി ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയായിട്ടാണ് കരുണയെ അതിൽ വീക്ഷിക്കുന്നത്. സഹാനുഭൂതിയിൽ അധിഷ്ഠിതമായ അപരൻ്റെ വേദനയെ ഉൾക്കൊള്ളാനും ഏറ്റെടുക്കുവാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു അവസ്ഥാവിശേഷം ആയിട്ടാണ് കരുണ കാണുന്നത്. ജീവിതത്തിൻ്റെ സ്ഥിരതയിലും അനിശ്ചിതതയിലും മനുഷ്യരുടെ അഖണ്ഡമായ ഉറപ്പ് അല്ലെങ്കിൽ ഊന്നലാണ് പലപ്പോഴും നമ്മൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പലതിനെക്കുറിച്ചും നമുക്കിത് വലിയ ഉറപ്പാണ്. സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പല കാർക്കശ്യങ്ങളും വരുന്നത് ഇത് ഒരുപാട് കാലങ്ങളായി ഇങ്ങനെയുള്ളതാണെന്നും ഇനി ഒരുപാട് കാലമായി ഇതുപോലെ ഉണ്ടാവേണ്ടതാണെന്നുള്ള മനുഷ്യൻ്റെ ആ ഒരു കാർക്കശ്യത്തിൽ നിന്നാണ് ഒരുപക്ഷെ സ്വാർത്ഥബോധം മനുഷ്യനെ അല്ലെങ്കിൽ അധികാരത്തെക്കുറിച്ചുള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ സ്ഥായിയായി നിലനിൽക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് പലപ്പോഴും ഹിംസ ഉണ്ടാവുന്നതും ഹിംസ അല്ലെങ്കിൽ ഹാം ഉണ്ടാവുന്നത് ഈ ഒരു നമ്മുടെ കാർക്കശ്യത്തിൽ നിന്നും ഇതിൽ നിന്നുമാണ്. നമ്മൾ ആലോചിച്ചാൽ പല അനുഭവങ്ങൾ എടുത്താലും ഒരുപക്ഷെ അതാണ് ഹിംസയുടെയൊക്കെ ഒരു അത്തരം ചിന്തകളുടെ ഉറവിടമായിട്ട് വരുന്നത്. കമ്പാഷനെ കുറിച്ചുള്ള ആലോചനയിൽ അത് വയേർഡാണോ, ഇന്നേറ്റായിട്ട് മനുഷ്യരിലുള്ളതാണോ, അതോ സാമൂഹികമായിട്ട് കൾച്ചറൽ സാംസ്കാരികമായോ സാമൂഹികമായോ ആളുകൾ അക്വയർ ചെയ്യുന്നതാണോ എന്നുള്ളൊക്കെ പലതരം പഠനങ്ങൾ നടക്കുന്നു. അതിൽ ഏറ്റവും പുതുതായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു ബയോ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനിൽ ഒരു സാധനമാണ്, ഒരു അവസ്ഥയാണ്. അതെന്ന് വെച്ചാൽ അതിന് ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള ആസ്പെക്റ്റുകളുണ്ട്. ജീവശാസ്ത്രപരമായിട്ട് മനുഷ്യനിലുള്ള ചില ഘടകങ്ങളുണ്ട് നമ്മളെ കമ്പാഷനേറ്റ് ആവാൻ സഹായിക്കുന്നത്. സാമൂഹ്യമായി നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കലായിട്ടും കൊഗ്നേറ്റീവായിട്ടുള്ള അത്തരത്തിൽ മനഃശാസ്ത്രപരമായ, വൈകാരികമായ, ധിഷണപരമായ, ധാർമ്മികമായ, രാഷ്ട്രീയമായ, ആത്മീയമായ പല മാനങ്ങളുള്ള ഒരു വലിയ ക്യാൻവാസിൽ കാണേണ്ടുന്ന ഒരു സംഭവമായിട്ടാണ് അനുകമ്പയെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. ഇത്തരം പഠനങ്ങളിൽ തന്നെ ഇപ്പോൾ ജീവശാസ്ത്രപരമായ ഇതിൻ്റെ നേരത്തെ ഇവിടെ സംസാരിച്ചവർ പരാമർശിച്ചു, ഒരു പരിണാമ സിദ്ധാന്തത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന സസ്തനികളിൽ പൊതുവെ
പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും പരിചരിക്കാനുള്ള ഒരു ശേഷി ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് മനുഷ്യരിലുണ്ട്. അതിൽ നിന്ന് ആ കെയർ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കമ്പാഷൻ ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളത് ഈ എവല്യൂഷണറി ഫ്രെയിംവർക്കിൽ കൂടെ കാണുന്ന പഠനങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യമായ ഒരു നമ്മുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു മനുഷ്യൻ്റെ സെൽഫ്, തന്മ അല്ലെങ്കിൽ സ്വത്വം, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതൊക്കെ ഇത്തരത്തിൽ താൽക്കാലികമായി ട്രാൻസിയൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ എപ്പോഴും പരിവർത്തിതമാകുന്ന ജീവിതത്തിൻ്റെ ഒരു ഇതിൻ്റെ ഇടയിൽ സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്നതാണെന്നുള്ള അവബോധമാണ് നേരത്തെ പറഞ്ഞത്. ആ അവബോധത്തിലാണെങ്കിൽ ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഏത് മതത്തിൽ, ഏത് ജാതിയിൽ, ഏത് വർഗത്തിൽ, ഏത് നിലനിൽക്കുന്ന സമൂഹം ഓരോ ഈ പറയുന്ന അവിടുത്തെ ഒരു പ്രബല വിഭാഗവും എല്ലാ കാലത്തും ഈ ശ്രേണീകൃതമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ എപ്പോഴും ഒരു പ്രബല വിഭാഗവും ആ പ്രബല വിഭാഗം അടിച്ചമർത്തുന്ന താഴേക്കാക്കപ്പെടുന്ന മറ്റ് പല വിഭാഗങ്ങളും ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഈ പറയുന്ന സാമൂഹ്യ സോഷ്യൽ എൻടാങ്കിൾമെൻറ്റിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്ത്, സ്വയം ഡിസ്റ്റൻസ് ചെയ്തിട്ട് സെൽഫ് റിഫ്ലെക്സീവായിട്ട് കാണുകയാണെങ്കിൽ ഏത് മനുഷ്യനും അത് ഒരുപക്ഷെ സാധ്യമാണ്. കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഈ ലോകത്തെ മുഴുവനും അങ്ങനെ വീക്ഷിക്കാം. പക്ഷെ അത് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കെട്ടുപാടുകളിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മളെ ജീവിതം അത്രമാത്രം സോഷ്യൽ ആയിട്ട് ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. അനുനിമിഷം അത് സോഷ്യലായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ്. ആ ഒരു അത്തരത്തിൽ ഡിസ്റ്റൻസ് ചെയ്യുന്ന ഒരു ഡിറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സമീപനത്തിലായിരിക്കും ഒരുപക്ഷെ നമുക്കത് പൂർണ്ണമായും സാധ്യമാകുക. ഹിംസയുടെ പശ്ചാത്തലത്തിലെ ഹിംസാപൂർണമല്ലാത്ത രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആലോചനകളുടെ ഭാഗമായി ചില ചിന്തകർ പങ്കുവച്ചിട്ടുള്ള ചില 1-2 ആശയങ്ങളും കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ആലോചിക്കുന്നു. അത്തരത്തിലൊരു കൺസെപ്റ്റാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദം, അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ഹ്യൂമസ് മണ്ണ് അല്ലെങ്കിൽ എർത്ത് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അതിൻ്റെ ഉറവിടം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എളിമ എന്നോ ഭവ്യത എന്നോ വിനയം എന്നോ ഒക്കെ അതിനെ വിവർത്തിക്കാം മലയാളത്തിലേക്ക്. എളിമ എന്ന് പറയുന്നത് ഇതിൽ അവനവനെ കുറിച്ചുള്ള ഒരു ബോധം, അവനവൻ്റെ യോഗ്യതകളെക്കുറിച്ചും സാമൂഹ്യ നിലയെക്കുറിച്ചുമുള്ള ഒരു അവബോധമാണ്. ഒരുപക്ഷെ ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ബോധം നമ്മളെ ചുറ്റുമുള്ള പലതിലേക്കും കമ്പാഷനേറ്റായിട്ട് നമ്മൾ നോക്കാൻ നിർണായകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ജോൺ കീൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ വയലൻസ് ആൻഡ് ഡെമോക്രസി എന്ന പുസ്തകത്തിൽ അതിൻ്റെ ഒരു അവസാനത്തെ ചാപ്റ്ററിൽ പുതിയൊരു രാഷ്ട്രീയ സാധ്യതകളെ കുറിച്ചുള്ള ആലോചനയിൽ പരാമർശിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഇതാണ് ഹ്യൂമിലിറ്റി എന്നുള്ള കൺസെപ്റ്റ്. അതേസമയം നീറ്റ്ഷയെ പോലുള്ള, സ്പിനോസയെ പോലുള്ള, ഡേവിഡ് ഹ്യൂമിനെ പോലുള്ള ചിന്തകർ ഇതിനെ ഒരു അപജയമായിട്ടാണ് കാണുന്നത്. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ദുർബലാവസ്ഥയെ കാണിക്കുന്നതാണ്. അത് അല്ലെങ്കിൽ ഒരു സ്പിനോസ് പറയുന്നത് ഒരു സെൽഫ് കണ്ടംപ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. അത് അവനവനോടുള്ള അവജ്ഞയാണ്, അവനവനായിരിക്കുന്ന ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ചുള്ള ഒരു തരം ഒരു പുവറായിട്ടുള്ള റിഫ്ലക്ഷനാണെന്നാണ്. പക്ഷെ അതേസമയം ഇത് കുറച്ചും കൂടി സെയിൻറ്റ് ബെർണാർഡ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ജൂത ക്രിസ്തീയ മത വിശ്വാസപ്രകാരം ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിൽ ഉണ്ടാവേണ്ട മനുഷ്യൻ്റെ ഒരു നിലയാണ്. മനുഷ്യൻ താഴെ നിന്ന് ദൈവത്തെ കാണുകയാണ്. അപ്പോൾ
ആ ആലോചനകളുടെ ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു സന്യാസ ജീവിതത്തിൻ്റെ പുറത്തേക്ക് ഇയാൾ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിലേക്ക് ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കൊണ്ടുവന്നിട്ട് ആലോചിക്കുന്നുണ്ട്. എങ്ങനെ മനുഷ്യർക്ക് വേറൊരു തരം പാരസ്പര്യം സാധ്യമാക്കാൻ, അവനവനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് മറ്റൊരാളെക്കുറിച്ച് അറിയാനുള്ള ആദ്യപടിയായിട്ടാണ്, അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ആയിട്ടാണ് ഹ്യൂമിലിറ്റി പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ജോൺ കീനിൽ ഡെമോക്രസിയിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു ആവശ്യമായ ഡെമോക്രാറ്റിക് വേർച്യു ആയിട്ടാണ് പറയുന്നത്. ഞാൻ കീനിൻ്റെ ഒരു ഇത് ഇവിടെ കോട്ട് ചെയ്യാം. ഹ്യൂമിലിറ്റി ഡീറ്റസ്റ്റ് വയലൻസ് ആൻഡ് ദ വയലന്റ്, who for a time always suppose that they are right. Humility shuns showy arrogance and all forms of aggressiveness. Humility radiates in the presence of others, calmly and cheerfully. It is also a social virtue, enabling them to be themselves. അപ്പോൾ അത് എന്താ പറയുക, സ്പിരിച്വലായിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രം ഒന്നും കാണാൻ പറ്റുന്ന സാധനമല്ല. ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ മറ്റാരെയും പോലെയും നമ്മളുടെ യോഗ്യതകളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും വളരെ സാധാരണ നിലയിൽ കാണുക എന്നുള്ളത് മറ്റൊരാൾക്ക് തുല്യ സ്പേസും തുല്യ പരിഗണനയും നൽകാനുള്ള ഒരു സാധ്യതയായിട്ടാണ് ഇവിടെ പറയുന്നത്. സാമൂഹ്യശാസ്ത്ര മേഖലയിലെ ഒരു അഫക്റ്റീവ് ടേൺ എന്ന് പറയുന്ന ഒരു സാധനം, അതുവരെ ഉണ്ടായിരുന്ന ഒരു മെയിൽ ഗേസിൽ നിന്ന്, ഒരു റാഷണൽ മെയിൽ നോട്ടത്തിൽ നിന്ന് കുറച്ച് വഴിതെറ്റി അതിലൊരു അഫക്റ്റീവ് ടേൺ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വികാരങ്ങൾക്ക്, സോഷ്യൽ ഇമോഷൻസിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു അഫക്റ്റീവ് ടേൺ ഉണ്ടാവുന്നത് ഒരു ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൽ വികാരങ്ങൾക്ക്, മനുഷ്യവികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ആ കാലത്താണ്. ഒരുപക്ഷെ ഈ ഒരു സോഷ്യൽ സയൻസിൻ്റെ ഡിസ്കോഴ്സിൽ കമ്പാഷൻ എന്ന് പറയുന്നതും കെയർ എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ പ്രചാരത്തിൽ വരുന്നത്. അപ്പം അത്തരത്തിൽ പ്രധാനമായിട്ടും കെയറിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള കാരോൾ ഗില്ലിഗാൻ എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റാണ്. അപ്പോൾ കാരോൾ ഗില്ലിഗാൻ, അതുപോലെ എലിസബത്ത് ഫോർട്ടർ എന്ന് പറയുന്ന മറ്റൊരു ഫെമിനിസ്റ്റ് ചിന്തിക്കും. അതിൽ കമ്പാഷൻ അല്ലെങ്കിൽ കെയറിനെ പോലെയുള്ള വികാരങ്ങളുടെ ഉറവിടം ഒരുപക്ഷെ നമ്മളെ ധിഷണാപരമായ കൊഗ്നീറ്റീവായിട്ടുള്ള സോഴ്സ് അല്ല, ശരിക്ക് അഫക്റ്റീവായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവേണ്ടത്. അത്തരത്തിൽ വേണം നമ്മളെ ലോകവീക്ഷണം ആവേണ്ടത്. നമ്മൾ അത്രയും കാലം നമ്മൾ വളരെ ധിഷണാപരമായിട്ട് ലോകത്തെ കാണാൻ ശ്രമിച്ചതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം ഫെമിനിസ്റ്റ് സിദ്ധാന്തകർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ അവരുടെ വാദത്തിൽ ഒരുപക്ഷെ സ്ത്രീകളിൽ ഈ കെയറിനുള്ള ഒരു തരം പൊട്ടൻഷ്യൽ ഇനേറ്റായിട്ട് കൂടുതലുണ്ടെന്നുള്ളത് അത് കണ്ടസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വാദമാണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ കൂടുതൽ പറയുന്നില്ല. ജോവൻ ട്രോണ്ടോയുടെ വാക്കുകളിൽ ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ഒരു വ്യക്തിക്ക് അവശ്യം വേണ്ടുന്ന ഒരു ഗുണമായിട്ടാണ് കെയറിനെ നിരീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ കെയർ എന്നത് വ്യക്തികളുടെ സങ്കുചിത ഇടങ്ങളിൽ മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് സ്ഥാപനങ്ങളെ, സമൂഹങ്ങളെ ആഗോളമായി സംബന്ധിക്കുന്ന ഒന്നായിരിക്കണമെന്ന് ട്രോണ്ടോ ഊന്നി പറയുന്നുണ്ട്. കമ്പാഷൻ എന്നാൽ എലിസബത്ത് ഫോർട്ടർ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ട്രോണ്ടോയുടെ കെയർ എന്നുള്ള സങ്കല്പത്തിന് അപ്പുറത്തേക്ക് കമ്പാഷനെ കൊണ്ടുപോകുന്നത് ലോറൻസ് ബ്ലമ്മിൻ്റെ കമ്പാഷനെ കുറിച്ചുള്ള ഒരു നിർവചനത്തിന് അവലംബിച്ചുകൊണ്ടാണ്. അന്യൻ്റെ അവസ്ഥയെ ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ ഭാവനാശേഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി ബ്ലം അതിൽ പറയുന്നുണ്ട്. അവർ കമ്പാഷനേറ്റ് ആവാനുള്ള ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത് മറ്റൊരാളുടെ സഫറിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം ഇമാജിനേറ്റീവ് ആവാന്ന് വെച്ചാൽ, ഇമാജിനേറ്റീവ് ആണെന്ന് വെച്ചാൽ വെറുതെ ഇമാജിൻ ചെയ്യുക എന്നുള്ളതല്ല, ആ നിലയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് അതിനെ ഭാവന ചെയ്യാനുള്ള നമ്മുടെ കഴിവ് എത്രത്തോളം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു പറയുന്നത്. അപ്പം ഈ ഇമാജിനേറ്റീവ് കപ്പാസിറ്റി കൂടുന്തോറും മനുഷ്യന് അതിലേക്ക് ആ കമ്പാഷനേറ്റ് നിലയിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുമെന്നാണ് എലിസബത്ത് ഫോർട്ടർ പറയുന്നത്. അപ്പം ഈ അവസ്ഥയിലൊക്കെ സഫർ ചെയ്യുന്ന ആളിനെ തുല്യമായിട്ടാണ്
പുറത്ത് നിൽക്കുന്ന ആള് തുല്യമായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഇത് സഫർ ചെയ്യുന്ന ആളിനെ മുകളിൽ നിന്നുള്ള ഒരു നോട്ടമായിട്ടല്ല ഒരിക്കലും പറയുന്നത്. അപ്പോൾ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ആർക്കാണ് കമ്പാഷനേറ്റ് ആവാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ആൾക്ക് കമ്പാഷനേറ്റ് ആവാൻ പറ്റുമോ? സഫർ ചെയ്യുന്ന ആളാണോ കമ്പാഷനേറ്റ് ആവേണ്ടത്? അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ആള് നമ്മൾ സഫറിങ്സിനോട് മറ്റൊരു വിഭാഗത്തോട് അത് കണ്ടു നിൽക്കുന്ന വിഭാഗം സഫറിങ്സിനോട് യാതനകളോട് കമ്പാഷനേറ്റ് ആവണം എന്ന് പറയുമ്പോൾ സഫർ ചെയ്യുന്ന ഒരു വിഭാഗം ഏത് നിലയിലാണ് അതിനെ അനുഭവിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത്തരത്തിൽ അങ്ങനെ അഡ്രസ്സ് ചെയ്ത് കാണുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ സഫറിങ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിൽ എവിടെ നിൽക്കുന്നു ഒരാളെന്നുള്ള അയാളുടെ സാമൂഹ്യ പദവിയുമായിട്ടും കൂടി ബന്ധപ്പെട്ടതാണ്. അപ്പം ശരിക്കും സമാനമായ സാധ്യതയൊന്നുമല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സഫറിങ് എന്ന് പറയുന്നത് എനിക്കും ഇതുപോലെ സഫർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് വേണമെന്ന്. പക്ഷേ അതേസമയം തന്നെ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഞാനും മറ്റൊരാളും തമ്മിലുള്ള സഫർ ചെയ്യാനുള്ള സാധ്യത ഒരിക്കലും തുല്യമല്ല. എന്നുവെച്ചാൽ അയാൾ ആ സാമൂഹിക നിലയിൽ എവിടെയാണ്, അയാളുടെ പദവി എന്നുള്ളതിനെ ആശ്രയിച്ച് അത് വിഭിന്നമായിരിക്കും. ഹന്ന ആരൻഡ് എന്ന് പറയുന്ന വയലൻസിനെ കുറിച്ച്, ഹിംസയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ചിന്തകയാണ്. അവരെ ദ ബെനാലിറ്റി ഓഫ് ഇവിൽ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ പലർക്കും പരിചയമുണ്ടാവും. ഹന്ന ആരൻഡ് ഒരു പക്ഷേ കമ്പാഷൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പൊളിറ്റിക്സിൽ കമ്പാഷൻ വിനാശകരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊളിറ്റിക്സിന് കമ്പാഷൻ ഡിസ്ട്രക്റ്റീവ് ആക്കും. അത് പക്ഷേ ആരൻഡ് കമ്പാഷനെ കാണുന്നത് ഒരുപക്ഷെ പിറ്റിയോട് സമാനമായ, നമ്മളിപ്പോൾ ഒരു സഫറിങ്ങിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മൾക്ക് സഫർ ചെയ്യുന്ന ആളോടുള്ള സഹാനുഭൂതി അല്ല വേണ്ടത്, മറിച്ച് ആ ഒരു സഫർ ചെയ്യിക്കുന്ന സിസ്റ്റത്തോടുള്ള ക്രോധമാണ് വേണ്ടതെന്ന് പറയുന്നത്. അപ്പം കമ്പാഷൻ എന്ന് പറയുന്നത് പ്രീ പൊളിറ്റിക്കൽ ആണെന്നാണ് ആരൻഡ് പറയുന്നത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയമായി സംഭവിക്കേണ്ടതിന് മുന്നേ, അതിന് മുന്നേ എന്ന് വെച്ചാൽ അതിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒന്നുമില്ല, അത് പൊളിറ്റിക്സിനെ നശിപ്പിക്കും. ഇത് അതേസമയം സ്വകാര്യ ഇടങ്ങളിൽ, വ്യക്തികളുടെ സ്വകാര്യ ഇടങ്ങളിൽ കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു നല്ല വികാരമാണെങ്കിലും അതൊരു പബ്ലിക് സ്ഫിയറിൽ, പൊളിറ്റിക്സിൻ്റെ സ്ഫിയറിൽ അത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഇമോഷനായിട്ടാണ് ആരൻഡ് കാണുന്നത്. അതിന് അനുനയിപ്പിക്കലിൻ്റെയും സന്ധി ചേർക്കലിൻ്റെയും ഭാഷയാണെന്നാണ് ആരൻഡിൻ്റെ വാക്കുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മളെ പിന്നടത്തിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആരൻഡിൻ്റെ കാഴ്ചപ്പാടിൽ ഹ്യൂമിലിറ്റിയിലും അല്ലെങ്കിൽ കെയറിൽ അധിഷ്ഠിതമായ ഒരു കമ്പാഷനല്ല സങ്കല്പിക്കുന്നത്. മറ്റ് പിന്നാലെ വന്ന ഹന്ന ആരൻഡിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് 1990s പറയുന്ന ഈ ചിന്തകൾ എന്ന് പറയുന്നത് അതിനുശേഷം വന്നിട്ടുള്ള ഫെമിനിസ്റ്റുകളാണ് ഈ ഒരു അഫക്റ്റീവ് ഡേണിൻ്റെ കാലത്ത് കെയറിനെ കുറിച്ചും അത്തരം പുതിയ ചിന്തകൾ പങ്കുവെക്കുന്നത്. അപ്പം ആ ഒരു സങ്കല്പനത്തിൻ്റെ തന്നെ വിഷയമായിട്ടാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആത്മീയ തലത്തിലായാലും രാഷ്ട്രീയ തലത്തിലായാലും സമഭാവനയിൽ നിന്നുള്ള ഒരു നോട്ടമായിരിക്കണം യഥാർത്ഥത്തിൽ അനുകമ്പ കൊണ്ടുദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചുറ്റിലും കാണുന്ന നന്മയെക്കുറിച്ചുള്ള പല, നേരത്തെ ആദ്യം PM ഗോപീഷൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ചാരിറ്റി, നമ്മൾ ചുറ്റിലും കാണുന്ന ചാരിറ്റി ഒരുപക്ഷെ കരുണ അല്ലെങ്കിൽ കമ്പാഷൻ എന്നുള്ള ഒരു ഇതിൽ പെടുത്താവുന്ന ഒന്നേയല്ല. ചാരിറ്റി എന്ന് പറയുന്ന ദയ, ചാരിറ്റി എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ അതിൽ ശരിക്കും എവിടെയാണ് നിൽക്കുന്ന നിലയുടെ പ്രശ്നമുണ്ട്. അതിലൊരു മുകളിൽ നിന്നുള്ള നോട്ടത്തിൻ്റെയും നിലയുടെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് ഈ കാരുണ്യാധികാരത്തെക്കുറിച്ച് ഷാജു എഴുതിയിട്ടുള്ള ചില എഴുത്തുകളും കവിതകളും ഓർമ്മയിലാണ്. കരുണ എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും എന്നല്ല, കരുണ എന്ന് പറയുന്ന ഒരു അധികാരത്തിൽ നമ്മൾ മേലെ നിന്നുകൊണ്ടുള്ള കരുണയുടെ കാഴ്ച എന്ന് പറയുന്നത് അതല്ല യഥാർത്ഥത്തിൽ അനുകമ്പ എന്ന് പറയുന്നത് കൃത്യമായിട്ടും അത് പൊളിറ്റിക്കൽ ആവുന്നത് അല്ല, അത് രാഷ്ട്രീയമാവുന്നത് അത് ഈ തുല്യതയിൽ നിന്ന് തന്നെ വേണം.
അപ്പോൾ നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നന്മ, ദയ, ചാരിറ്റി, അത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ അനുകമ്പയുടെ നിർവചനത്തിൽ അല്ലെ അനുകമ്പയുടെ ആ ഒരു ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോ എന്നുള്ളത് പലപ്പോഴും റീതിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. സ്വീകർത്താവിനെ അധകൃതനാക്കുന്ന മേലെ നിന്നുള്ള കരുണയാണ് കാരുണ്യ അധികാരത്തെക്കുറിച്ചുള്ള ഇതിൽ ഷാജി പല കവിതകളിലും പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറയാൻ പറ്റില്ല, എന്നാലും അവസാനം വാക്കെന്നുള്ള പോലെ പറയാം. നമ്മൾ നേരത്തെ പലരും സംസാരിച്ചു, ഇപ്പോഴത്തെ ഇത്രയും കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ യുദ്ധങ്ങളുടെ, അക്രമങ്ങളുടെ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുടെ, ആഭ്യന്തര യുദ്ധങ്ങളുടെയും പിന്നെ ജാതി അതിക്രമങ്ങളുടെയും ലിംഗപരമായിട്ടുള്ള അതിക്രമങ്ങളുടെയും പലതരത്തിൽ നാനാതരത്തിലുള്ള അതിക്രമങ്ങളുടെയും ഈ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് കമ്പാഷനേറ്റ് ആവുക എന്നത് നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒരുപക്ഷെ വിധേയമായി വന്ന നമ്മൾ ലേൺ ചെയ്ത പല കാര്യങ്ങളെയും നമ്മൾ അൺലേൺ ചെയ്യേണ്ടി വരും. അതാണ് നമ്മളെങ്ങനെ സോഷ്യലൈസ് ചെയ്യപ്പെട്ടു, നമ്മുടെ സാമൂഹ്യ നിലകളെക്കുറിച്ചും നമ്മുടെ സ്വത്വത്തെക്കുറിച്ചും നമ്മൾ വളരെ കൺവെൻഷനലായിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള പല ബോധങ്ങളിൽ നിന്നും പലതരം പഠിപ്പുകളിൽ നിന്നും നമ്മൾ പുറകോട്ട് നടന്ന് ഇതിനെ നമ്മൾ മറന്നു കളയേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ കമ്പാഷനായിട്ട് ആവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോഴും പല പഠിച്ച കാര്യങ്ങളും അൺലേൺ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ തന്നെയും ഇത്തരത്തിൽ സമഭാവനയോടുകൂടി അധികാര നിർമുക്തമായ ഒരു കരുണയുടെ അവസ്ഥ, ഒരു കരുണയുടെ അല്ല കമ്പാഷൻ്റെ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നതിന് അത്തരത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയമായും